സൗദിയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പല വിദേശ നിക്ഷേപകരും സ്വന്തം പേരിൽ കമ്പനി തുടങ്ങി പെട്ടൊരു സാഹചര്യമുണ്ട്. അതായത് നമ്മുടെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം നമുക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശം നമ്മുടെ അനന്തരാവകാശികൾക്ക് ലഭിക്കാതെ പോകുന്നു. ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ കുറഞ്ഞ പൈസക്ക് ഞങ്ങൾ കമ്പനി തുടങ്ങി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളെ നമ്മൾ സമീപിക്കും. ഇല്ലാത്ത വിദേശ കമ്പനിയുടെ ബ്രാഞ്ചായിട്ട് ഇവിടെ സൗദിയിൽ തുടങ്ങുന്നതാണ് പല ആളുകൾക്കും പറ്റുന്ന അബദ്ധം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ സൗദിയിലെ ബിസിനസ് അറേബ്യയുടെ CEO മുഹമ്മദ് സുഹൈലാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. സൗദിയിൽ സ്വന്തം പേരിൽ കമ്പനി രൂപീകരിച്ചു എന്നതുകൊണ്ട് മാത്രം സുരക്ഷിതമായി എന്ന് പല ഇൻവെസ്റ്റർമാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും പേരൻറ്റ് കമ്പനിയുടെ പ്രാധാന്യം പല ഇൻവെസ്റ്റർമാർക്കും അറിയില്ല. സൗദിയിൽ കമ്പനി രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കേവലം ഒരു കണ്ടീഷൻ മാത്രമാണ് വിദേശ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് എന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ കമ്പനി ഫോർമേഷൻ പൂർത്തീകരിച്ച് തരുന്ന പല കൺസൾട്ടൻറ്റുമാരെയും സമീപിച്ചുകൊണ്ട് പേരൻറ്റ് കമ്പനിയുടെ കാര്യത്തിലൊന്നും യാതൊരു ഗൗരവത്തിലെടുക്കാത്ത രീതിയിൽ സൗദിയിലെ കമ്പനി രൂപീകരണം പൂർത്തീകരിക്കുകയും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം കൺസൾട്ടൻറ്റുമാരിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് ബംഗ്ലാദേശ്, ഈജിപ്ത്, അതുപോലെ UK പോലുള്ള രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ, അതായത് നിലവിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡോക്യുമെൻറ്റുകൾ തിരുത്തിയിട്ട് നിങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയതിന് ശേഷം ആ ഡോക്യുമെൻ്റ് വെച്ചിട്ട് സൗദിയിൽ കമ്പനി രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ കമ്പനി രൂപീകരിക്കുമ്പോൾ നമ്മൾ പ്രഥമദൃഷ്ടി നമ്മൾ കരുതും കമ്പനി രൂപീകരിച്ചു, CR നമ്മുടെ പേരിലാണ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ പേരിലാണെന്നൊക്കെ തിരിച്ചറിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടേഴ്സ് മാത്രമാണ്. കമ്പനി ഉടമ ഈ പറയപ്പെട്ട പേരൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഈ പേരൻറ്റ് കമ്പനി ഒറിജിനൽ കമ്പനി അല്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഭാവിയിൽ പെട്ടെന്നല്ല, ചിലപ്പോൾ 1-2 വർഷത്തിന് ശേഷം നിങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പേരൻറ്റ് കമ്പനിയുടെ ഡോക്യുമെൻ്റ് വീണ്ടും അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ പറയപ്പെട്ട ഈ കൺസൾട്ടൻറ്റുമാർ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ UK പേരൻറ്റ് കമ്പനിയെങ്കിൽ പുതിയ അറ്റസ്റ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായി തീരും. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്കാകും, നിങ്ങളുടെ ബിസിനസ്സുകൾ ബ്ലോക്കാകും, നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലെ ഫണ്ടുകൾ വലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു 5-10 വർഷത്തിന് ശേഷം നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ മക്കളെയൊക്കെ മാനേജറാക്കിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ കാലശേഷം അനന്തരാവകാശികളായിട്ട് വരുന്ന ആളുകൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് ഈ ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു സാഹചര്യം വരും. പലപ്പോഴും ബംഗ്ലാദേശിലാണ് കമ്പനി അല്ലെങ്കിൽ UK കമ്പനി എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ കാലശേഷം ഈ രാജ്യത്ത് പോയിട്ട് അനന്തരാവകാശം ഇവിടെ വന്ന് വീണ്ടെടുക്കുക എന്നുള്ളത്